ആലപ്പുഴയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി മലയാള മനോരമ ഏർപ്പാട് ചെയ്ത പീപ്പിൾസ് കോൾ പരിപാടിയിൽ ഞാനും പങ്കെടുത്തതാണ്. ശ്രീമതി മോളി ജേക്കബ് ആലപ്പുഴ മുനിസിപ്പൽ ചെയർപേഴ്സണാണ്. ഞാൻ ആവശ്യപ്പെട്ടത് ഈ തെരുവ് നായ്ക്കളുടെ പ്രശ്നത്തെക്കുറിച്ചാണ്. തെരുവ് നായ്ക്കൾ എവിടെ നോക്കിയാലും തെരുവ് നായ്ക്കളാണ്. റോഡിൽ, പരിസരത്ത്, എന്തിന് കടപ്പുറത്ത്. ഞാനും ഭാര്യയും കൂടെ ദിവസവും നടക്കാൻ പോകാറുള്ളതാണ് കടപ്പുറത്ത്. പക്ഷേ അവിടെ ചിലപ്പോൾ അവിടെ പട്ടിയെ പേടിച്ചാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ മുഴുവൻ പട്ടികളാണ്. ഇന്ന് കണ്ട രംഗമെന്ന് പറയുന്നത് ഒരു പട്ടി അവിടെ പ്രസവിച്ച് 5-6 കുട്ടികളായിട്ട് കിടക്കുന്നു. ആ പരിസരത്ത് കൂടെ പോകുന്നവരെല്ലാം ഈ പട്ടി ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇത് വല്ലാത്തൊരു ദുരവസ്ഥയാണ്. ഞാൻ ഇത് സംബന്ധമായിട്ടൊരു വീഡിയോ ചെയ്തതാണ്. ആലപ്പുഴ കേരളം തെരുവ് നായ്ക്കളുടെ സ്വന്തം നാടെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. ഇത് ഞാൻ ആലപ്പുഴയുടെ ആദരണീയനായ MP KC വേണുഗോപാലിനും അയച്ചു കൊടുക്കുക. അദ്ദേഹം പറഞ്ഞത് ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. അതുപോലെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും ആലപ്പുഴ ജില്ല ആദ്യത്തെ ഈ സമ്പൂർണ്ണ തെരുവുനായ വിമുക്തമായ ജില്ലയാക്കി മാറ്റാൻ നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിന്ന് കണ്ട മറ്റൊരു കാര്യം, ഈ രാവിലെ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ കടപ്പുറത്ത് വരാറുണ്ട്. അധികവും നോർത്ത് ഇന്ത്യൻസാണ്, നമ്മുടെ നാട്ടുകാരല്ല. അപ്പോൾ ഇവരെല്ലാം ആഹാരം കഴിക്കുന്നത് ബസ്സിൽ വെച്ചാണ്. ബസ്സിൽ നിന്നും ആഹാരം വലിച്ച് പുറത്തേക്ക് എറിയും. അങ്ങനെ ഇത് കഴിക്കാൻ പട്ടികൾ ചുറ്റും കൂടുകയാണ്. വളരെ അവർക്കാർക്കും ബാധ്യതയുള്ളതില്ല. അവർ വരുന്നു പോകുന്നു. പക്ഷേ പട്ടികൾ അവിടെ നിൽക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ. വൈകുന്നേരം ഉണ്ടല്ലോ ടൂറിസ്റ്റുകൾ. അപ്പോൾ അതിന് കാര്യമായ ഒരു പ്രവർത്തനം നടത്തി തെരുവ് നായ്ക്കൾ വിമുക്തമായ ഒരു സംസ്ഥാനമാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. വേണ്ട നടപടികൾ അധികൃതർ ചെയ്യണം. ഇന്ന് ശ്രീമതി മോളി ജേക്കബിനോട് ഞാൻ ആവശ്യപ്പെട്ടത്, ആലപ്പുഴ നഗരസഭ അധ്യക്ഷയാണ്, ഞാൻ ആദ്യത്തെ കോളിൽ ഞാൻ പറഞ്ഞത് തന്നെ ആലപ്പുഴ നഗരസഭ എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ മാതൃകയാക്കണം. ആലപ്പുഴ നഗരസഭ തെരുവ് നായ്ക്കൾ വിമുക്തമായ ഒരു നഗരസഭയായിട്ട് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നന്ദി, നമസ്കാരം.